എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകം മുഴുവൻ ഏറ്റുപാടിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഡിസ്നിയുടെ ഫ്രോസൻ എന്ന സിനിമയിലെ ലെറ്റ് ഇറ്റ് ഗോ എന്ന പാട്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉറപ്പായും കേട്ടിട്ടുണ്ടാകും അല്ലേ? ഈ പാട്ട് പാടുന്നത് എൽസ എന്ന മഞ്ഞുരാജകുമാരിയാണ്. ഈ പാട്ട് വെറുമൊരു പാട്ടല്ല, മറിച്ച് ഒരുപാട് കാലം ഉള്ളിലൊതുക്കിവെച്ച വേദനകളും ഭയങ്ങളും പുറത്തുവിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നൊരു പെൺകുട്ടിയുടെ ആത്മപ്രഖ്യാപനമാണ്. നമുക്ക് ആ പാട്ടിന്റെ അർത്ഥത്തിലേക്ക് ആഴങ്ങളിലേക്കൊന്ന് പോയി നോക്കിയാലോ? റെഡിയല്ലേ? പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദി സ്നോ ഗ്ലോസ് വൈറ്റ് ഓൺ ദ മൗണ്ടൻ ടുനൈറ്റ്, നോട്ട് എ ഫുട്പ്രിന്റ് ടു ബി സീൻ. ഇന്ന് രാത്രി മലമുകളിൽ മഞ്ഞ വെളുത്ത് തിളങ്ങുന്നു, അവിടെ ഒരു കാൽപ്പാട് പോലും കാണാനില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എൽസ എന്ന രാജകുമാരിക്ക് ഐസ് ഉണ്ടാക്കാനും മഞ്ഞ് വീഴ്ത്താനുമുള്ള ഒരു മാന്ത്രിക ശക്തിയുണ്ട്. പക്ഷേ ചെറുപ്പത്തിൽ കളിക്കുന്നതിനിടയിൽ അനിയത്തിയായ അന്നയ്ക്ക് അബദ്ധത്തിൽ ആ ശക്തി കൊണ്ട് ആപത്ത് സംഭവിച്ചതിനു ശേഷം എൽസ ആ ശക്തിയെ ഭയപ്പെടാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് തന്നിൽ നിന്നൊരു ആപത്ത് ഉണ്ടാകരുതെന്ന് കരുതി അവൾ ആരെയും കാണാതെ ആരോടും സംസാരിക്കാതെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. പക്ഷെ അവളുടെ കിരീടധാരണ ദിവസം ആ ശക്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പുറത്തു വന്നു. പേടിച്ച ആളുകൾ അവളെ ഒരു രാക്ഷസിയായി കണ്ടു. ആ ഭയത്തിലും സങ്കടത്തിലും അവൾ കൊട്ടാരം വിട്ട് ഓടിപ്പോയി. അങ്ങനെ അവൾ എത്തിച്ചേർന്നത് ആൾതാമസമില്ലാത്ത ഒരു മലമുകളിലാണ്. അവിടെ അവളല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ടാണ് നോട്ട് എ ഫുട്പ്രിന്റ് ടു ബി സീൻ എന്ന് പറയുന്നത്. അവൾ അവിടെ തനിച്ചാണ്. അടുത്തുടരി നോക്കൂ: എ കിങ്ഡം ഓഫ് ഐസൊലേഷൻ ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഐ എം ദ ക്വീൻ. ഏകാന്തതയുടെ ഒരു സാമ്രാജ്യം, അതിന്റെ രാജ്ഞി ഞാനാണെന്ന് തോന്നുന്നു. അവൾ സ്വയം പറയാണ് അവൾ ഒറ്റയ്ക്കായിപ്പോയി. അവൾ സ്വയം സൃഷ്ടിച്ച ഈ മഞ്ഞിന്റെ ലോകത്ത് അവളൊരു രാജ്ഞിയെപ്പോലെയാണ്. പക്ഷെ അത് സന്തോഷമുള്ളൊരു രാജ്ഞിയല്ല, ഏകാന്തത അനുഭവിക്കുന്നൊരു രാജ്ഞിയാണ്. ദ വിൻഡ് ഇസ് ഹൗലിംഗ് ലൈക്ക് ദ സ്വേർലിംഗ് സ്റ്റോം ഇൻസൈഡ്. പുറത്ത് കാറ്റ് ആഞ്ഞടിക്കുന്നു, അതവളുടെ ഉള്ളിലെ കൊടുങ്കാറ്റ് പോലെയാണ്. അവളുടെ മനസ്സിൽ ഒരുപാട് വേദനയും ദേഷ്യവും സങ്കടവും ഭയവും എല്ലാം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയാണ്. ആ കൊടുങ്കാറ്റിന്റെ ഒരു പ്രതിഫലനമാണ് പുറത്തു കാണുന്ന മഞ്ഞുകാറ്റ്. എന്തൊരു മനോഹരമായൊരു താരതമ്യാണല്ലേ അത്? അവൾ പറയാണ്, കുഡിൻ കീപ്പ് ഇറ്റ് ഇൻ, ഹെവൻ നോസ് ഐവ് ട്രൈഡ്. എനിക്കിത് ഉള്ളിലൊതുക്കി വെക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. വർഷങ്ങളോളം അവൾ ഈ ശക്തിയെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രമിച്ചു. പക്ഷെ അവസാനം അത് പുറത്തു വന്നു. ഡോണ്ട് ലെറ്റ് ദം ഇൻ, ഡോണ്ട് ലെറ്റ് ദം സീ, ബി ദ ഗുഡ് ഗേൾ യു ഓൾവേസ് ഹാഡ് ടു ബി. ഇതായിരുന്നു അവളുടെ ജീവിതത്തിലെ നിയമം. ആരെയും അകത്തേക്ക് കടത്തരുത്, ആരും ഇത് കാണരുത്. നീ എപ്പോഴും ഒരു നല്ല കുട്ടിയായിരിക്കണം. മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു കുഴപ്പമില്ലാത്ത ഒരു പെർഫെക്റ്റ് രാജകുമാരിയായി അഭിനയിക്കണം. കൺസീൽ, ഡോണ്ട് ഫീൽ, ഡോണ്ട് ലെറ്റ് ദം നോ. ഒളിപ്പിച്ചു വെക്കുക, ഒന്നും അനുഭവിക്കരുത്, ആരും അറിയരുത്. ഇതായിരുന്നു അവളുടെ അച്ഛനമ്മമാർ അവളെ പഠിപ്പിച്ചത്. പക്ഷെ എത്ര കാലം ഒരു മനുഷ്യൻ ഇങ്ങനെ സ്വന്തം വികാരങ്ങളെയും കഴിവിനെയും ഒളിപ്പിച്ചു വെച്ച് ജീവിക്കാൻ പറ്റും? അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? പക്ഷേ വെൽ നൗ ദേ നോ. ഇപ്പോൾ അവർക്കെല്ലാം അറിയാം. ആ രഹസ്യം പരസ്യമായി. അവൾ എന്തിനെയാണോ ഭയന്നത് അത് സംഭവിച്ചു. ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോഴാണ് അവൾ ആ തീരുമാനമെടുക്കുന്നത്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, കാൺട്ട് ഹോൾഡ് ഇറ്റ് ബാക്ക് എനിമോർ. അതിനെ പോകാൻ അനുവദിക്കൂ, അതിനെ പോകാൻ അനുവദിക്കൂ. എനിക്കിനി ഇത് പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇത്രയും കാലം അവൾ അടക്കിവെച്ച ആ ശക്തിയെ, ആ വികാരങ്ങളെ അവൾ സ്വതന്ത്രമാക്കുകയാണ്. അതൊരു വലിയ ആശ്വാസമാണ് അവൾക്ക് നൽകുന്നത്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, ടേൺ അവേ ആൻഡ് സ്ലാം ദ ഡോർ. അതിനെ പോകാൻ അനുവദിക്കൂ, തിരിഞ്ഞു നടന്ന ആ വാതിൽ വലിച്ചടയ്ക്കൂ. അവൾ അവളുടെ ഭൂതകാലത്തോട്, അവളെ തളച്ചിട്ട നിയമങ്ങളോട്, എല്ലാത്തിനോടും വിട പറയുകയാണ്. ആ വാതിൽ വലിച്ചടയ്ക്കുന്നത് ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്നതിന്റെ സൂചനയാണ്. അവൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ആർ ഗോയിങ് ടു സേ. അവരെന്ത് പറഞ്ഞാലും എനിക്കിനി ഒരു പ്രശ്നവുമില്ല. ആളുകൾ അവളെ രാക്ഷസി എന്ന് വിളിച്ചാലും ഭ്രാന്ത എന്ന് പറഞ്ഞാലും അവൾക്കിനി അതൊരു വിഷയമല്ല. അവൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, അവൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. ആ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കട്ടെ. ആ കൊടുങ്കാറ്റ് അവളുടെ ശക്തിയുടെ പ്രതീകമാണ്. ദ കോൾഡ് നെവർ ബോതേർഡ് മീ എനിവേ. ഈ തണുപ്പൊന്നും എന്നെ ഒരു കാലത്തും ബാധിച്ചിട്ടില്ല, കാരണം അവൾ മഞ്ഞിന്റെ രാജ്ഞിയാണ്. തണുപ്പ് അവളുടെ ഒരു ഭാഗമാണ്. ഇത്രയും കാലം മറ്റുള്ളവരെ പേടിച്ച് അവളത് മറച്ചുവെക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ അവളുടെ യഥാർത്ഥ സ്വത്വത്തെ അംഗീകരിക്കുകയാണ്. അത് അവൾക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട്. ആ കരുത്താണ് ഈ പാട്ടിലുടനീളം നമ്മൾ കാണുന്നത്. അവൾ ആ മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അവൾക്കൊരു പുതിയ കാഴ്ചപ്പാട് കിട്ടുകയാണ്. ഇറ്റ്സ് ഫണി ഹൗ സം ഡിസ്റ്റൻസ് മേക്സ് എവ്രിതിങ് സീം സ്മോൾ.
കുറച്ചു ദൂരം കിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും എത്ര ചെറുതായി തോന്നുന്നു എന്നത് ഒരു തമാശ പോലെയാണ്. അവൾ ജീവിച്ചിരുന്ന കൊട്ടാരം, അവിടത്തെ പ്രശ്നങ്ങൾ, അവളെ ഭയപ്പെടുത്തിയ ആളുകൾ എല്ലാം ഇപ്പോൾ വളരെ ചെറുതായി തോന്നുന്നു. ദൂരേക്ക് പോകുന്തോറും നമ്മുടെ പ്രശ്നങ്ങളുടെ വലുപ്പം കുറയുന്നതുപോലെ തോന്നും, അല്ലേ? ആൻഡ് ദ ഫിയേഴ്സ് ദാറ്റ് വൺസ് കൺട്രോൾ മീ കാൻ ഗെറ്റ് ടു മീ അറ്റ് ഓൾ. ഒരു കാലത്ത് എന്നെ നിയന്ത്രിച്ചിരുന്ന ഭയങ്ങൾക്ക് ഇപ്പോൾ എന്റെ അടുത്തേക്ക് വരാൻ പോലും കഴിയില്ല. അവൾ ആ ഭയങ്ങളിൽ നിന്ന് മോചിതയായിരിക്കുന്നു. അപ്പോൾ അവൾ തീരുമാനിക്കുകയാണ്, ഇറ്റ്സ് ടൈം ടു സീ വാട്ട് ഐ ക്യാൻ ഡു ടു ടെസ്റ്റ് ലിമിറ്റ്സ് ആൻഡ് ബ്രേക്ക് ത്രൂ. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കാണാനുള്ള സമയമാണിത്. എന്റെ കഴിവുകളുടെ അതിരുകൾ പരീക്ഷിക്കാനും ആ അതിരുകളെ ഭേദിക്കാനുമുള്ള സമയം. ഇത്രയും കാലം അവൾ അവളുടെ ശക്തിയെ അടക്കിവെക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ശക്തി കൊണ്ട് എന്തെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവൾ പരീക്ഷിക്കാൻ പോവുകയാണ്. നോ റൈറ്റ്, നോ റോങ്, നോ റൂൾസ് ഫോർ മീ, ഐ എം ഫ്രീ. എനിക്കിനി ശരികളില്ല, തെറ്റുകളില്ല, നിയമങ്ങളില്ല. ഞാൻ സ്വതന്ത്രയാണ്. മറ്റുള്ളവരുടെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിച്ച് അവൾ മടുത്തു. ഇനി അവരുടെ ജീവിതത്തിൽ അവളുടേതായ നിയമങ്ങളെ ഉണ്ടാകൂ. അവൾ വീണ്ടും പാടുകയാണ്, ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, ഐ എം വൺ വിത്ത് ദ വിൻഡ് ആൻഡ് സ്കൈ. അതിനെ പോകാൻ അനുവദിക്കൂ, ഞാനിപ്പോൾ കാറ്റും ആകാശവുമായി ഒന്നായിരിക്കുന്നു. അവൾ പ്രകൃതിയുടെ ഒരു ഭാഗമായി മാറുകയാണ്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, യു വിൽ നെവർ സീ മീ ക്രൈ. നിങ്ങൾക്കിനി ഒരിക്കലും ഞാൻ കരയുന്നത് കാണാൻ കഴിയില്ല. അതൊരു പ്രതിജ്ഞയാണ്. പഴയ ഭയന്നു വിറച്ച് ദുർബലയായിരുന്ന എൽസ മരിച്ചു. ഇത് പുതിയ എൽസയാണ്, ശക്തിയായ എൽസ. ഹിയർ ഐ സ്റ്റാൻഡ് ആൻഡ് ഹിയർ ഐൽ സ്റ്റേ. ഞാനിവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടെ തന്നെ താമസിക്കും. ഇതാണെന്റെ സാമ്രാജ്യം, ഇതാണെന്റെ ലോകം. അവൾ അവളുടെ ശക്തി ഉപയോഗിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. മൈ പവർ ഫ്ലറീസ് ത്രൂ ദ എയർ ഇൻ ടു ദ ഗ്രൗണ്ട്. അവളുടെ ശക്തി കാറ്റിലൂടെ ഭൂമിയിലേക്ക് പടരുന്നു. മൈ സോൾ ഈസ് സ്പൈറലിംഗ് ഇൻ ഫ്രോസൺ ഫ്രാക്ടൽസ് ഓൾ അറൌണ്ട്. അവളുടെ ആത്മാവ് മഞ്ഞകട്ടകളുടെ മനോഹരമായ രൂപങ്ങളായി ഫ്രാക്ടൽസായി ചുറ്റും രൂപം കൊള്ളുന്നു. അവൾ മനോഹരമായ ഒരു ഐസ് കൊട്ടാരം പണിയുകയാണ്. അവളുടെ ഉള്ളിലെ ഭാവനയും കഴിവും എല്ലാം ആ കൊട്ടാരത്തിന്റെ ഓരോ ഭാഗത്തും കാണാം. ആൻഡ് വൺ തോട്ട് ക്രിസ്റ്റലൈസസ് ലൈക്ക് എൻ ഐസി ബ്ലാസ്റ്റ്. ഒരു ചിന്ത ഒരു ഐസ് കട്ട പോലെ അവളുടെ മനസ്സിൽ രൂപം കൊള്ളുന്നു. എന്താണ് ആ ചിന്ത? ഐ എം നെവർ ഗോയിങ് ബാക്ക്, ദ പാസ്റ്റ് ഇസ് ഇൻ ദ പാസ്റ്റ്. ഞാനിനി ഒരിക്കലും തിരിച്ചു പോകില്ല, ഭൂതകാലം കഴിഞ്ഞുപോയി. അതാണ് അവളുടെ ഉറച്ച തീരുമാനം. പഴയ ഭയന്നു വിറച്ച് ദുർബലയായിരുന്ന എൽസ മരിച്ചു. ഇത് പുതിയ എൽസയാണ്, ശക്തിയായ എൽസ. ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് ഐൽ റൈസ് ലൈക്ക് ദ ബ്രേക്ക് ഓഫ് ഡോൺ. ഞാൻ ഉദയസൂര്യനെപ്പോലെ ഉയർത്തെഴുന്നേൽക്കും, ഒരു പുതിയ ജീവിതം തുടങ്ങും. ലെറ്റ് ഇറ്റ് ഗോ, ദാറ്റ് പെർഫെക്റ്റ് ഗേൾ ഇസ് ഗോൺ. ആ പെർഫെക്റ്റ് പെൺകുട്ടി ഇനിയില്ല. ഹിയർ ഐ സ്റ്റാൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ഡേ. ഞാനിവിടെ പകൽ വെളിച്ചത്തിൽ നിൽക്കുന്നു, ഇനി ഒളിച്ചോട്ടമില്ല. തന്റെ എല്ലാ കഴിവുകളോടും കൂടി തന്റെ യഥാർത്ഥ രൂപത്തിൽ അവർ ലോകത്തിന് മുന്നിൽ നിൽക്കാൻ തയ്യാറാണ്. അവസാനം അവൾ വീണ്ടും പാടുന്നു, ലെറ്റ് ദ സ്ട്രോങ് റേജ് ഓൺ, ദ കോൾഡ് നെവർ ബോതേർഡ് മീ എനിവേ. ആ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കട്ടെ, ഈ തണുപ്പൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഈ പാട്ട് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ഉള്ളിലെ കഴിവിനെയും നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെയും നമ്മൾ ഭയപ്പെടരുത്. അതിനെ സ്നേഹിക്കുക, അതിനെ അംഗീകരിക്കുക. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് പേരിച്ച് ജീവിക്കരുത്. നമ്മുടെ ജീവിതം നമ്മുടേതാണ്, അത് ധൈര്യപൂർവ്വം ജീവിക്കുക. എല്ലാവർക്കും ഈ പാട്ടും അതിന്റെ ആശയം ഇഷ്ടപ്പെട്ടോ? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800600666363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.